ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസിൽ എക്സാം ബുക്ക്. അപ്പോൾ ഇനി നമ്മൾ മെയ്ഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ കയ്യിലിരിക്കുന്ന ഈ വാട്ടർ അലാറമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടിയാണ് നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ടാങ്കുകളൊക്കെ ഈ ഓവർഫ്ലോ ഒക്കെ കൂടുതൽ നമ്മളെ ഈ വെള്ളം നശിപ്പിക്കുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പം നമ്മളെ ഈ വാട്ടർ അലാറം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ലെവലിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ മോട്ടർ ഓഫാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വാട്ടർ അലാറമാണ് നമ്മളിന്ന് മെയ്ഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്ത് കാണാം, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നേരെ വിടുന്നത് നമ്മൾ വാട്ടർ അലാറം സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു 2 പിന്നിൻ്റെ ഒരു കുറച്ച് അത്യാവശ്യം നീളമുള്ളൊരു വയറാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ബസർ ആവശ്യമുണ്ട്. ഇതൊരു 5 വോൾട്ടിൻ്റെ ഒരു ബസറാണ്. ഇതുപോലത്തെ ഒരു വയർ ജോയിൻറ്ററും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 1K ഓമിൻ്റെയും 10K ഓമിൻ്റെയും റെസിസ്റ്ററും നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അതുപോലെ 5 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ BC 547 ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ടോപ്പാണ്. നമ്മളങ്ങനെ ചെറിയ ജാറുകളുടെ ഒരു ടോപ്പാണ്. അതുപോലെ നമ്മൾ LED പ്ലേറ്റിൻ്റെ അടപ്പുണ്ടല്ലോ, അതുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനുള്ളിൽ ഈ റെസിസ്റ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. എന്നിട്ടിങ്ങനെ മൂടും. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു മൾട്ടി കളർ LED എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ലെഗും കാണാം. അപ്പോൾ ചെറിയ ലെഗ് നെഗറ്റീവും വലിയ ലെഗ് പോസിറ്റീവുമാണ്. അപ്പം ചെറിയ ലെഗായ നെഗറ്റീവ് ലെഗിലേക്ക് നമുക്ക് ഒരു 1K ഓമിൻ്റെ റെസിസ്റ്റർ എടുത്തിട്ട് ഒന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളതാ ബസർ എടുക്കുക. ബസറുമേൽ നമ്മൾ ഇവിടെ പോസിറ്റീവും നെഗറ്റീവും എഴുതിയത് കാണാം. അപ്പം ഈ സൈഡിലുള്ളത് ലെഗ് പോസിറ്റീവാണ്, ഇവിടെ പോസിറ്റീവ് കാണാം. അപ്പം ഈ പോസിറ്റീവ് ലെഗ് നമ്മളെ LED പോസിറ്റീവ് ലെഗിലോട്ടൊന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെഗറ്റീവ് ലെഗിലേക്ക് നമ്മളെ റെസിസ്റ്ററിൻ്റെ ലെഗ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെയാണ് വരിക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണക്ഷൻ സുഖത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ലെഗ് കട്ട് ചെയ്യുകയും ചെയ്യാം. ഇനി നമ്മുടെ ട്രാൻസിസ്റ്ററായ BC 547 എടുത്തിട്ട് ഇതിന് 3 ലെഗ് കാണാം. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ലെഗ് കളക്ടറും, രണ്ടാമത്തെ ലെഗ് ഫേസും, അതുപോലെ മൂന്നാമത്തെ ലെഗ് എമിറ്ററുമാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം എന്നിട്ട് നമ്മുടെ LED ആ റെസിസ്റ്റർ വരുന്ന ഭാഗമുണ്ടല്ലോ, അപ്പോൾ ആദ്യം നമ്മളെ BC 547 ട്രാൻസിസ്റ്ററിൻ്റെ ഫസ്റ്റ് ലെഗിലേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ 10K ഓമിൻ്റെ ഒരു റെസിസ്റ്ററും കൂടി ഉണ്ടല്ലോ നമ്മളെടുത്ത്, അത് നമ്മളെ ഈ BC 547 ട്രാൻസിസ്റ്ററിൻ്റെ സെൻറ്റർ ലെഗിലേക്ക് ഒന്ന് ഷോൾഡർ ചെയ്യാം. ഇത് നമ്മുടെ റെസിസ്റ്റർ ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, 2 റെസിസ്റ്ററും ജോയിൻ ചെയ്ത സ്ഥലം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്ത് ഇവിടെ ഷോൾഡർ ചെയ്യാം. ഓക്കെ, അതുപോലെ മറ്റേ ഒരു വയറും കൂടി എടുക്കണം. അത് നമ്മൾ ഈ റെസിസ്റ്റർ ഉണ്ടല്ലോ, 100K ഓമിൻ്റെ റെസിസ്റ്ററുള്ള ഭാഗത്ത് ഒരു വയറും 10K ഓമിൻ്റെ റെസിസ്റ്ററുള്ള ഭാഗത്ത് ഒരു വയറും, അങ്ങനെ 2 വയർ നമ്മൾ ജോയിൻ ചെയ്യണം. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതാ ഈ സർക്യൂട്ട് ഉണ്ടല്ലോ, ഇത് നമ്മൾ കുറച്ച് അങ്ങോട്ട് മാറ്റിയേക്കാം. അതിനുശേഷം നമ്മളത് LED ആ അടപ്പും, അതുപോലെ നമ്മൾ വേറെ എന്തെങ്കിലും ഭരണീൻ്റെ അടപ്പൊക്കെ എടുക്കട്ടോ, ഇതിങ്ങനെ കറക്റ്റായി ഫിക്സ് ആവണേ. നമ്മളിപ്പോൾ വേറൊരു ചെറിയൊരു ജാറിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളെന്താ ചെയ്യുക, നമ്മൾ ആ ചാർജിങ് പോർട്ട് ഉണ്ടല്ലോ, ആ ചാർജിങ് പോർട്ട് നമുക്ക് ഈ ഭാഗത്തായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു അളവിൽ ചെറിയൊരു ഹോൾസ് ഇട്ടെടുക്കാം. ഓക്കെ, നമ്മളെ പോർട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ഒരു കണക്ടറുമാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മളതിലേക്കൊന്ന് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മളിത് ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം നമ്മുടെ ഈ LED ബൾബിൻ്റെ അടപ്പുണ്ടല്ലോ, അതിൻ്റെ ഈ സെൻട്രലായിട്ട് ഒരു ഹോൾസ് ഇട്ടെടുക്കണം. നമ്മളെ ബസർ അവിടെ വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കറക്റ്റ് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഹോൾസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മളാ ബസർ ഇറങ്ങുന്ന രീതിയിലാണ് നമ്മൾ ഹോൾസ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡയഗ്രാമും ഇതുമായിട്ടൊന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഈ പോർട്ടിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയർ,
അത് നമ്മളെ ഈ എമിറ്റർ ഉണ്ടല്ലോ മൂന്നാമത്തെ ലെഗിലേക്ക് ഒന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കുക. നെഗറ്റീവ് വയർ ഇതുപോലെ ഒന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ നെഗറ്റീവിലേക്ക് ഷോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ പോർട്ടിൽ നിന്ന് വരുന്ന ഈ പോസിറ്റീവ് വയർ പോസിറ്റീവ് വയർ നമ്മളെ ബസറിൻ്റെ ഈ പോസിറ്റീവിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇത് വയർ നീളമില്ലാത്തത് കാരണം നമ്മൾ ഷോർട്ടാണ് വയർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു വയർ എടുത്തിട്ട് ഇതാണ് പോസിറ്റീവ് വരുന്നത്. അപ്പോൾ പോസിറ്റീവിലും വെക്കുക. അതുപോലെ എന്നിട്ട് ഇത് പോർട്ടിൻ്റെ പോസിറ്റീവിലേക്ക് വെച്ച് നമ്മൾ ഷോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ബസറിൻ്റെ പോസിറ്റീവിൽ നിന്ന് നമ്മളെ പോർട്ടിൻ്റെ പോസിറ്റീവിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റായി. നമ്മൾ നിർമ്മിച്ച സർക്യൂട്ട് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ജോയിൻ്റായി കിടക്കാത്ത 2 വയർ മാത്രമേ ഉള്ളത്. ഒന്ന് പോസിറ്റീവ് നെഗറ്റീവും നമ്മളിവിടെ ഒരു ലെഗിൽ ഷോൾഡർ ചെയ്തിരുന്നത് കുറച്ച് മുമ്പ്. പിന്നെ നമ്മളെ റെസിസ്റ്ററിൻ്റെ ഒരു ലെഗിൽ നമ്മൾ ജോയിൻ ചെയ്തിരുന്നു നമ്മളെ ട്രാൻസിസ്റ്ററിന് വരുന്നത്. അപ്പോൾ ഞാൻ 2 വയറാണ് നമ്മളുള്ളത്. നമ്മളൊന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആയി എടുത്ത് ഇപ്പോൾ നമ്മൾ ഈ കണക്ടറിലേക്കും കൂടിയാണ് ഇനി ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ആ കണക്ടറിലേക്ക് നമ്മളെന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കൊടുക്കുക. അതെങ്ങനെ കൊടുത്താലും മതി, ഏത് വയർ എങ്ങനെ കൊടുത്താലും മതി. ഇത് രണ്ടും ഈ ഹോൾസിലേക്ക് വന്നിട്ട് നമ്മളെ സ്ക്രൂ ഡ്രൈവറിനോടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഓക്കെ, രണ്ടും സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫുള്ള് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ക്യാപ്പ് ഇതിനുള്ളിലിട്ട് അടക്കാം. ഈ ബസർ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ, ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഹോൾസ് കൂടെ പുറത്തേക്ക് വരുന്ന രീതിയിലാക്കി കൊടുക്കാം. ഓക്കെ, അത് നമുക്ക് ഈ ക്യാപ്പ് ഒന്ന് ഉള്ളിൽ വേറെ വയറുകളൊന്നും തട്ടാത്ത രീതിയിലൊന്ന് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ക്യാപ്പ് അടിച്ചപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ വയറുകളൊന്നും തട്ടാത്ത രീതിയിൽ, അതായത് ഷോർട്ട് സർക്യൂട്ട് ആവാത്ത രീതി വേണം നമ്മൾ ഉള്ളിൽ വെക്കാൻ. അല്ലേ, സംഭവം നൈസായിന്. അപ്പോൾ ഇത് എങ്ങനെ ഇത് ടാങ്കിലേക്ക് ഇറക്കി വെക്കാം. അതുപോലെ നമുക്കിനി ഈ കണക്ടറിലേക്ക് ഈ വയർ ഇടാൻ അങ്ങനെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഒരു 2 പിൻ വയർ കണക്ടർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ വയർ നമ്മൾ ഈ 2 ഹോൾസിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. നമ്മളെ വയർ കണക്ടറിൻ്റെ അവിടേക്ക് ഒന്നിട്ട് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളെ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്കൊരു നമ്മളെ സാധാ 5 വോൾട്ടിൻ്റെ നമ്മളെ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന അഡാപ്റ്റർ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ സാധാ ഒരു വെള്ളത്തിൽ ഇതിട്ട് നോക്കാം. എന്നിട്ട് ഇത് റെഡി ആയിട്ട് നോക്കിയിട്ട് നമ്മൾ ടാങ്കിലേക്കുള്ള സെറ്റപ്പ് എങ്ങനെ ചെയ്യേണ്ടതും കൂടി നോക്കാം. അപ്പോൾ അത് മൊത്തം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്കത് വർക്ക് ചെയ്യണ നോക്കാം. ജസ്റ്റ് നമ്മളിവിടെ കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ അവിടെ മൊബൈൽ ചാർജർ ഉണ്ട്, അതിലേക്ക് ഈ പോർട്ടിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഓണാക്കാം. അപ്പോൾ അതവിടെ ഒച്ചപ്പാടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ വയറൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ വർക്കിങ്. നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ വെള്ളത്തിലിടുകയാണ്, വെള്ളത്തിൽ നിന്ന് എടുത്തു, വെള്ളത്തിലിട്ടു. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്. ഇപ്പോൾ സംഭവം സക്സസ് ആണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മളെ ടാങ്കിലേക്ക് കണക്ട് ചെയ്യണം, എങ്ങനെയാണ് നമ്മളെ റൂമിലേക്ക് വയർ എത്തിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. അത് നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ കാണിച്ചു തരാണ് മാത്രമേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വയറുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വളരെ ചെറുതാണ്. അപ്പോൾ ഇത് ടാങ്കിലേക്ക് ഇട്ടിട്ട് ഇത് നമ്മളെ റൂമിലേക്ക് എത്തുന്ന നീളം വരെ ഇതാക്കണം. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ റൂമിലേക്കൊക്കെ ഒച്ച കേൾക്കാൻ കഴിയും. അപ്പോൾ സൗണ്ട് കേൾക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മളിത് ഇപ്പം വീഡിയോയിലിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നമുക്ക് എത്രയാണോ അളവ് വേണ്ടത്, ഇതിപ്പോൾ ഈ ഒരു ഹൈറ്റിലൊക്കെ വെക്കുക, ഇവിടെ ആവുമ്പോൾ പോരെ, ഇവിടെ ഈ ഒരു ഹൈറ്റ് വെക്കുക. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ വെള്ളം നിറയുമ്പോൾ ഇതിൻ്റെ ബീപ്പ് സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്. അപ്പോൾ നമ്മൾ മോട്ടർ ഒന്ന് ഓണാക്കുകയാണ്. അപ്പോൾ അത് അവിടെ മോട്ടർ ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് നമ്മൾ ഈ ടോപ്പ് ഒന്ന് അടയ്ക്കാം. ടോപ്പ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് വേണ്ട ഒരു ഫ്ലോയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരളവിൽ നമ്മളിത് കറക്റ്റായിട്ട് ഈ ലൈൻ വെക്കുക. നമ്മളിപ്പോൾ ഈ ഒരു അളവാണ് വെച്ചത്. അത് നമുക്കൊന്ന് അടിച്ചിടാം. അപ്പോൾ നമുക്ക് ഒരളവ് ആവുമ്പോൾ ഇവിടെ ബീപ്പ് സൗണ്ട്, ഇവിടെ ലൈറ്റ് കത്തുന്നോ നോക്കാം. അപ്പോൾ സക്സസ് ആയി നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ ലൈന് കുറച്ച് നീളം കൂട്ടിയിട്ട് എന്ത് ചെയ്യുക,
ഇത് നമ്മളെ റൂമിലേക്കോ അല്ലെങ്കിൽ അടുക്കളയിലേക്കോ ഏതാണ് വേണ്ടത്, നമ്മൾ കിച്ചണിലേക്കാണ് ഇപ്പോൾ അവിടേക്ക് നമ്മളെ ഈ ലൈനിൻ്റെ ലെങ്ത്ത് ഒന്ന് കൂട്ടുക, അത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് സക്സസ് ആണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ അതവിടെ ബീപ്പ് സൗണ്ട് അടിക്കാൻ തുടങ്ങി. അതുപോലെ ലൈറ്റ് കത്തുന്നുണ്ട്, ചെറുതായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ ലൈറ്റ് കത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്രയായി വാട്ടറിൻ്റെ ലെവൽ. ഉണ്ടല്ലേ, ഈ ഒരു ലെവലായപ്പം ഇത് ബീപ്പ് സൗണ്ട് അടിച്ച് കറക്റ്റ് ലെവലിന് നിന്നിട്ടുണ്ട്. അപ്പോൾ ആ ബീപ്പ് സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മോട്ടർ ഓഫ് ആക്കാൻ കഴിയും. അധികം ഓവർഫ്ലോ ഒന്നും ഉണ്ടാവില്ല വാട്ടർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ട് തന്നെ മെയ്ഡ് ചെയ്തെടുക്കാവുന്ന ഒരു വാട്ടർ അലാറമാണ് നമ്മളിന്ന് മെയ്ഡ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ ഈ ടാങ്കുകൾക്കൊക്കെ ഈ ഓവർഫ്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ഇത് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാവാതിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത് നിറയാനായിട്ടുണ്ട്. ആ ഒരു ലെവലിലെത്തി നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ ഓവർഫ്ലോ അല്ലാതെ തന്നെ നമ്മൾ ഈ മോട്ടറൊക്കെ ഓഫാക്കാനൊക്കെ നമുക്ക് നമ്മൾ ഈ വാട്ടർ എല്ലാം നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ യൂസ്ഫുള്ളായ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി ഇതുപോലത്തെ യൂസ്ഫുള്ളായ വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.